ഇങ്ങനെയും മൈഗ്രെയിൻ വരുന്നതായി ചില ആൾക്കാർ പറയാറുണ്ട്. ഡെയിലി റുട്ടീനായി ചെയ്യുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരിക, അല്ലെങ്കിൽ അത് കഴിയാതെ പോവുക. ഫോർ എക്സാമ്പിൾ, രാവിലെ കുറച്ചു നേരം ലേറ്റ് ആയിട്ട് എഴുന്നേൽക്കുക, ട്രെയിൻ മിസ്സാവുക. ഇങ്ങനത്തെ സിറ്റുവേഷനിലൊക്കെ, പ്രത്യേകിച്ച് ഇറിറ്റബിൾ ടെമ്പർമെന്റ് ഉള്ളവരാണെങ്കിൽ ഓവറായിട്ട് ടെൻഷൻ അടിക്കുക, തിരക്ക് പിടിച്ച് കാര്യങ്ങൾ ചെയ്യുക, ഈ കാര്യങ്ങൾ കൊണ്ടൊക്കെ മൈഗ്രെയിൻ വരാൻ സാധ്യതയുണ്ട്. മറ്റൊന്ന്, പുതിയതായി അത്ര ഫെമിലിയർ അല്ലാത്ത കാര്യങ്ങൾ ചെയ്യുക. ഒരു കോഴ്സ് ചെയ്യുന്നതോ ഡ്രൈവിംഗ് പഠിക്കുന്നതോ അങ്ങനെ എന്തോ ആവാം. ചിലപ്പോ അവർക്ക് അതിലത്ര ഇൻട്രസ്റ്റ് കാണില്ല. അതിനായി കൂടുതൽ എഫേർട്ട് എടുക്കുന്നതും സ്ട്രെയിൻ ചെയ്യുന്നതും മൈഗ്രെയിനിലേക്ക് എത്തിക്കാം. വേറൊരു കാര്യം, അവരുടെ ലൈഫിൽ പെട്ടെന്നുണ്ടാകുന്ന മാറ്റങ്ങളാണ്. ഈ സാഹചര്യങ്ങളോടൊക്കെ അഡാപ്റ്റ് ചെയ്യാനായിട്ട് അവർ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തുന്നുണ്ടാവും. ഈ ഫാക്ടേഴ്സ് ഒക്കെ ഒരുപക്ഷെ മൈഗ്രെയിനിലേക്ക് ലീഡ് ചെയ്യാം. ഇതുപോലെ ആഹാരത്തിൽ വരുന്ന മാറ്റങ്ങൾ, ക്ലൈമറ്റ് ചേഞ്ചസ് ഒരുപാട് പേരെ ഫേസ് ചെയ്യുക, ഇങ്ങനത്തെ സിറ്റുവേഷനിലൊക്കെ മൈഗ്രെയിൻ വരുന്നതായും പല ആൾക്കാർ പറയാറുണ്ട്. തലവേദനയുടെ ടാബ്ലറ്റ്സിനെയോ പെയിൻ കില്ലേഴ്സിനെയോ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നതല്ല, ഇങ്ങനെയുള്ള ഓരോ ഫാക്ടേഴ്സും കൺസിഡർ ചെയ്തിട്ടുള്ള കൃത്യമായ മെഡിസിൻസും ലൈഫ് സ്റ്റൈൽ ചേഞ്ചസും ആണ് മൈഗ്രെയിനിൽ ആവശ്യമെന്ന് മനസ്സിലാക്കുക. ഇതുപോലെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളെ മൈഗ്രെയിനിലേക്ക് ലീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യുമല്ലോ.